നമസ്കാരം. അങ്ങനെ ഒരു ഒഴിവ് ദിവസം കിട്ടി. അതുകൊണ്ട് തന്നെ ഒരു യാത്ര പോകാമെന്ന് കരുതി. അബുദാബി സിറ്റിയിൽ നിന്നും ഏകദേശം 28 കിലോമീറ്റർ ദൂരത്തുള്ള ഖലീഫ സിറ്റിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അവിടെയുള്ള അൽഫാൻ പാർക്ക് ലക്ഷ്യമിട്ടാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. നിങ്ങൾ ഈ ദൂരത്ത് കാണുന്ന ബിൽഡിംഗ് കണ്ടോ? അതാണ് നമ്മുടെ പൈനാപ്പിൾ ടവർ. അതിന്റെ ഔട്ടർ സ്ട്രക്ചർ കാരണം പൈനാപ്പിൾ ബിൽഡിംഗ് എന്നറിയപ്പെടുന്ന ഈ ട്വിൻ ടവറിന്റെ യഥാർത്ഥത്തിലുള്ള പേര് അൽ ബഹാർ ടവർ എന്നാണ്. ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഏകദേശം 145 മീറ്റർ ആണ്. 29 നിലകളിലായിട്ടുള്ള ഈ ബിൽഡിങ്ങിനെ മനോഹരമാക്കുന്നത് ഇതിന്റെ അംബ്രല്ല പോലത്തെയുള്ള എലമെന്റ്സ് ആണ്. സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലങ്ങളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ അംബ്രല്ല എലമെന്റ്സ് അടയുകയും മറ്റു സ്ഥലങ്ങളിൽ തുറന്നിരിക്കുകയും ചെയ്യും. ഈ ഒരു ടെക്നോളജി കൊണ്ട് തന്നെ 50% AC-യുടെ ഉപയോഗം കുറയ്ക്കുവാനും ഈ ബിൽഡിംഗ് നല്ല കൂളായി വെക്കുവാനും സഹായിക്കും. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു കെട്ടിടത്തെ എത്രമാത്രം മനോഹരമായിട്ടാണ് അവർ നിർമ്മിച്ചത് എന്ന് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നല്ലേ. നിങ്ങളിപ്പോൾ കണ്ടോ, പണ്ടെന്നോ മരുഭൂമിയായിരുന്ന സ്ഥലം ഇപ്പം എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തതെന്ന്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ അവസാനം അൽഫാൻ പാർക്കിലെത്തി കേട്ടോ. ഇതൊരു ചിൽഡ്രൻസ് പാർക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇവിടം എക്സ്പ്ലോർ ചെയ്യേണ്ട ആളാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഈ സ്ഥലത്ത് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയെക്കുറിച്ച് വലിയ അറിവൊന്നും നമുക്കില്ല. അങ്ങനെ എത്തിയപ്പോഴാണ് പാർക്കിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു വാട്ടർ പാർക്ക് പോലെ അറേഞ്ച് ചെയ്തത് കണ്ടത്. ഇപ്പുറത്തെ സൈഡിൽ അല്ലാതെ കളിക്കാനുള്ള പാർക്കും. ഇവിടെ പ്രത്യേകിച്ച് ഫീസൊന്നുമില്ലായിരുന്നു, ഫ്രീ എൻട്രി ആയിരുന്നേ. അങ്ങനെ ആദ്യം കുറച്ച് പമ്മി നിന്നെങ്കിലും പിന്നെ പാത്തു വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരത്തേ ഇല്ലായിരുന്നേ. വെള്ളത്തിൽ കളിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് പാത്തു. വെള്ളത്തിൽ എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളും. ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പനി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും കളിക്കാൻ വിട്ടില്ല കേട്ടോ. കുറച്ച് സമയമൊക്കെ അവൾ എൻജോയ് ചെയ്യട്ടെന്ന് വിചാരിച്ചേ. നമുക്ക് അടുത്തായിട്ട് കോർണിഷ് പാർക്കുണ്ട്. പക്ഷെ അവിടെ പോകുന്നത് കുറവാണ്. അവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ പാത്തുവിന് അങ്ങനെ കളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്നത് കുറവാണ്. ഇടയ്ക്ക് എപ്പോഴേലും പോയാലായി. ഇതൊക്കെ കാണുമ്പോഴാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ചെയ്യാമെന്ന് തോന്നുന്നത്. എത്രയോ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇവർ ഓരോ സ്ഥലങ്ങളും മനോഹരമാക്കി മാറ്റുന്നത്. ഏത് ഏരിയ നോക്കിയാലും പിള്ളേർക്ക് വേണ്ടി കളിക്കാനുള്ള പാർക്കുകളാകട്ടെ, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ രീതി ആവട്ടെ, റോഡാവട്ടെ, അല്ലെങ്കിൽ റോഡുകൾക്കരികിലുള്ള ഗാർഡൻ സെറ്റ് ചെയ്യുന്നതാവട്ടെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എത്ര മനോഹരമായിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് ഇതൊന്നും പറ്റാത്തത്? ഭാവിയിലെങ്കിലും നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ ആവട്ടെ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. പറഞ്ഞു പറഞ്ഞ് കാട് കയറിപ്പോയല്ലേ. അപ്പോൾ പാത്തു ഇവിടെ എൻജോയ് ചെയ്യുവാണേ. അപ്പോൾ നമ്മൾ തോർത്തൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. പാത്തുവിനെ മാറ്റിയെടുക്കാനുള്ള ഡ്രസ്സും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളതുകൊണ്ടാണ് കേട്ടോ ഇറങ്ങാതിരുന്നത്. പാത്തുവിൻ്റെ കൂടെ കളിക്കാൻ ഇറങ്ങിയെങ്കിൽ നമ്മൾ നനഞ്ഞു കുളിക്കും. പിന്നെ മാറ്റാനായിട്ട് നമുക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പുറ സൈഡിൽ ഒരുപാട് പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നേ. പാത്തു മാറി ഇങ്ങ് അപ്പൻ്റെ കൂടെ ഒരു സൈഡിൽ മാറി നിന്നിട്ടാണ് കേട്ടോ കളിച്ചത്. ഇടയ്ക്ക് നിലം ഒന്ന് തെന്നുന്നുണ്ടായിരുന്നേ ചില സ്ഥലങ്ങളിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ പാത്തുവിന് അധികം ദൂരമൊന്നും വിട്ടില്ല. അത്തയുടെ കൂടെ തന്നെയാണ് കേട്ടോ പാത്തു ഇന്ന് കളിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ സൈഡിലേക്ക് വന്നു കേട്ടോ. സൈഡിൽ നിന്നിട്ട് മറ്റു പിള്ളേരൊന്നും ഇല്ലാത്തടത്ത് നിന്നിട്ട് കളിക്കുവാണേ. അങ്ങനെ ഞങ്ങൾ പാത്തു നമുക്ക് പോവാമെന്ന് പറഞ്ഞപ്പോൾ പിണങ്ങി നിൽക്കുന്നതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. പിണങ്ങിയാലും സാരമില്ല, ഒരുപാട് സമയം വെള്ളത്തിൽ കളിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ഇപ്പുറത്തെ പാർക്കിലേക്ക് കൊണ്ടുവന്നേ. തല ചെറുതായിട്ടൊന്ന് തോർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവൾ ആദ്യമായിട്ട് സീസോയിലിരുന്ന് കളിക്കുവാണ് കേട്ടോ. അവൾ അതിൽ കയറുമെന്നോ കളിക്കുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ബർത്ത്ഡേയുടെ അന്ന് അവൾക്കൊരു ബൈക്ക് വാങ്ങിക്കൊടുത്തത്. അവൾ ഇതുവരെ അതിലൊന്നും കയറി ഓടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവൾ ഇതിലൊക്കെ കയറുമെന്നൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ മറ്റു പിള്ളേർ കയറുന്ന കണ്ടിട്ടാണോ എന്തോ അവൾ ഇതിലെല്ലാം കയറി കേട്ടോ. അത് കഴിഞ്ഞിട്ട് സ്ലൈഡിൽ അവൾ ഓടി കയറുമായിരുന്നേ. അവൾക്ക് സ്ലൈഡിൽ എത്ര കയറിയിട്ടും മതിയാവുന്നില്ല. പിന്നെ അവൾ അതിൽ കൂടെ നടന്നു പോയിട്ട് വരെ അവൾ നരങ്ങി പോരുമായിരുന്നേ. അവൾ ഇതിലൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത്. എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായേ. അവൾ ഇതൊക്കെ പേടിയൊക്കെ മാറ്റി അവൾ ഓരോന്നായിട്ട് പഠിച്ചു വരുന്നത് കാണുമ്പം നമുക്ക് ഒരുപാട് സന്തോഷമാണേ. വെള്ളത്തിൽ കളിക്കുമെന്ന് ഉറപ്പായിരുന്നു, കാരണം അവൾക്ക് വെള്ളത്തിൽ കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഇതിൽ കളിക്കുമെന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരുപാട് സന്തോഷത്തോടെയാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. കാരണം ചെറിയൊരു പാർക്കാണെങ്കിൽ പോലും പാത്തു ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് പഠിച്ചു. അവൾക്ക് പേടിയില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അത് കണ്ടതിൽ നമുക്ക് ഒരുപാട് സന്തോഷമായേ. അപ്പോൾ ആ സന്തോഷത്തോടെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ മനസ്സിനെ ഒട്ടും അടുപ്പിക്കാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് എപ്പോൾ യാത്ര ചെയ്താലും. കണ്ടിട്ടും മതി വരാത്ത രീതിയിലുള്ള കാഴ്ചകളാണ്. അതെല്ലാം ആസ്വദിച്ചാണ് ഞങ്ങൾ ഈ യാത്ര തുടരുന്നത്. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലെത്തുക. ഞങ്ങളുടെ ഈ കൊച്ചു യാത്രയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക.